ഹായ്, ഞാൻ ഡേവിഡ് ആൻ്റണി. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ ക്രിസ്മസിൻ്റെ അന്ന് കൊടൈക്കനാൽ ട്രിപ്പ് പോയ വീഡിയോ ആണ്. 25-ാം തീയതി വെളുപ്പിന് 3:30 ആയപ്പോൾ ഞങ്ങൾ ചാലക്കുടിയിൽ നിന്നും കാറിൽ യാത്രയായി. മണ്ണൂത്തി, വടക്കാഞ്ചേരി, കൊല്ലങ്കോട്, പൊള്ളാച്ചി, പളനി വഴി കൊടൈക്കനാൽ. ആകെ 260 കിലോമീറ്റർ. സ്വന്തം കാറിൽ ഡ്രൈവ് ചെയ്ത് ചുരം കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് തലേദിവസം പളനിയിൽ ഹോൾട്ട് ചെയ്യാം. പളനി അമ്പല ദർശനം കഴിഞ്ഞ് അവിടെ ഹോട്ടലിൽ സ്റ്റേ ചെയ്താൽ അടുത്ത ദിവസം വെളുപ്പിന് 6-6:30 സമയത്ത് ടാക്സി കാറിൽ കൊടൈക്കനാലിലെ ടൂറിസ്റ്റ് സ്പോട്ടുകളെല്ലാം കവർ ചെയ്ത് വൈകിട്ട് 7-7:30 ആകുമ്പോൾ തിരിച്ചെത്താം. ടൂറിസ്റ്റ് സ്പോട്ടുകളിലെ ട്രാഫിക് ജാമും ഹെയർപിൻ ബെൻഡുകൾ ഓടിച്ച് കയറ്റുന്നതിലുള്ള ബുദ്ധിമുട്ടും ഒഴിവാക്കാം. പളനി ടാക്സി ക്യാബ് എന്ന് ഗൂഗിൾ ചെയ്താൽ ടാക്സി ഓപ്പറേറ്റേഴ്സിൻ്റെ നമ്പർ കിട്ടും. ചെറിയ കാറുകൾക്ക് 3700 രൂപയും ഇനോവ കാറിന് 5000 രൂപയുമാണ് സീസൺ സമയത്ത് റേറ്റ് പറഞ്ഞത്. സീസൺ അല്ലെങ്കിൽ 1000-1500 രൂപ കുറവ് വരാറുണ്ട്. ഫോൺ ചെയ്യുമ്പോൾ ഏതെല്ലാം ടൂറിസ്റ്റ് സ്പോട്ടുകൾ കവർ ചെയ്യും എന്ന് വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കുക. പൊള്ളാച്ചി പളനി വഴി കാറ്റാടി പാടങ്ങൾ കണ്ടുകൊണ്ടുള്ള യാത്ര വളരെ ഹൃദ്യമായിരുന്നു. കാറ്റാടി യന്ത്രങ്ങൾ എത്ര പ്രൗഢഗംഭീരമായാണ് നിലകൊള്ളുന്നത്. 7 മണിയായപ്പോൾ ഞങ്ങൾ പളനിയിലെത്തി. അവിടെ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ചുരം കയറുന്നതിന് മുമ്പ് വണ്ടിക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റും ആയി. പളനിയിൽ നിന്നും കൊടൈക്കനാലിലേക്ക് 65 കിലോമീറ്ററാണ് ദൂരം. ഇതിൽ ആദ്യത്തെ സ്ട്രെച്ച് യാത്ര കൃഷിയിടങ്ങളിൽ കൂടിയാണ്. റോഡിന് ഇരുവശവും തണൽ വിരിച്ച് വലിയ പുളിമരങ്ങൾ. 10-15 കിലോമീറ്റർ കഴിഞ്ഞ് ചുരം കയറി തുടങ്ങും. 14 ഹെയർപിൻ ബെൻഡുകളാണ് കൊടൈക്കനാലിലേക്കുള്ളത്. പക്ഷേ യാത്ര ചെയ്യുമ്പോൾ ഒരു 20-21 ബെൻഡുകളുടെ ഫീൽ കിട്ടും. ഊട്ടിയെ കമ്പയർ ചെയ്യുമ്പോൾ റോഡിന് കുറച്ച് വീതി കുറവുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം വണ്ടിയായി വരിക. ബ്ലൈൻഡ് സ്പോട്ട് ഡ്രൈവിംഗ് വരുന്നതുകൊണ്ട് കോ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന ആളിന് നിങ്ങൾക്ക് പലപ്പോഴും എതിരെ വരുന്ന വണ്ടിയെക്കുറിച്ച് പറഞ്ഞു തരേണ്ടി വരും. പളനിയിൽ നിന്നും ഏകദേശം 58 കിലോമീറ്റർ കഴിയുമ്പോൾ കൊടൈക്കനാൽ വെൽക്കംസ് യു എന്ന ബോർഡ് കാണാം. അവിടെ 60 രൂപ ടോൾ ഫീ ഉണ്ട്. ഫാസ്ടാഗ് കട്ടിംഗ് ആണ്. ഇതിന് തൊട്ടടുത്താണ് സിൽവർ കാസ്കേഡ് വാട്ടർഫാൾസ്. കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വെർത്തായിട്ടുള്ള നല്ലൊരു വാട്ടർഫാൾസ് ആണ്. നല്ല തിരക്കായതിനാലും വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലപരിമിതി കാരണവും ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല. അവിടെ നിന്നും കൊടൈക്കനാലിലേക്ക് 6 കിലോമീറ്ററാണ്. ഞങ്ങൾ ഒരു 11 മണിയോടെ കൊടൈക്കനാലിലെത്തി. ആദ്യം പോയത് ചെട്ടിയാർ പാർക്കിലേക്കാണ്. 40 രൂപയാണ് എൻട്രി ഫീസ്. സീസൺ അല്ലാത്തതിനാൽ പൂക്കൾ കുറവായിരുന്നു. കൊടൈക്കനാലിലെ മറ്റ് ടൂറിസ്റ്റ് സ്പോട്ടുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഫോട്ടോഷൂട്ടിനുള്ള പോയിൻ്റുകൾ കുറവാണ്. സമയപരിമിതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ഥലം സ്കിപ്പ് ചെയ്യാം. ചെട്ടിയാർ പാർക്കിൽ കുറച്ചു നേരം ഇരുന്ന് ഞങ്ങൾ അവിടെ അടുത്ത് കുറിഞ്ഞിയാണ്ടവർ ക്ഷേത്രത്തിൽ പോയി. ചെറിയ ഒരു അമ്പലം. പരിസരം വളരെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിന് മുകളിൽ വിശാലമായ വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്നുള്ള കാഴ്ചകൾ വളരെ ഹൃദ്യമായിരുന്നു. ഉച്ചയ്ക്ക് ക്ഷേത്രം വക അന്നദാനമുണ്ടായിരുന്നു. അത് കഴിച്ച് അമ്പല ദർശനവും കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോയി ചെക്ക് ഇൻ ചെയ്തു. വെളുപ്പിന് അതിരാവിലെ ഉണർന്നതിനാൽ ഞങ്ങൾ ക്ഷീണം കാരണം കുറച്ച് സമയം ഉറങ്ങിപ്പോയി. പിന്നെ ഒരു ടാക്സിയിൽ ബോട്ട് ക്ലബിലേക്ക് പോയി. ഇനി ഞങ്ങൾ റൂമിലെ വിശേഷങ്ങൾ പറയാം. സീസൺ സമയത്താണ് നിങ്ങൾ കൊടൈക്കനാലിലേക്ക് വരുന്നതെങ്കിൽ റൂം ബുക്ക് ചെയ്ത് വരാൻ ശ്രമിക്കുക. സീസൺ അല്ലെങ്കിൽ റൂം കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് നടത്തുക. സീസൺ സമയത്ത് വരുന്നതെങ്കിൽ ലേക്ക്, ബ്രയൺ പാർക്ക്, ബസ് സ്റ്റാൻഡ് എന്നിവയ്ക്ക് സമീപം റൂം എടുക്കാതിരിക്കുക. സീസൺ സമയത്ത് നല്ല ട്രാഫിക് കൺജഷനാണ്. കൊടൈക്കനാൽ എത്തുന്നതിന് മുമ്പ് ഉഗർത്തി നഗർ, ഷെൻബഗണ്ണൂർ എന്നിവിടങ്ങളിൽ റൂം എടുക്കുക. കൊടൈക്കനാൽ എത്തുന്നതിന് മുമ്പ് മെയിൻ സ്ട്രീറ്റിൽ നിന്നും 1 കിലോമീറ്റർ അകത്തേക്ക് മാറി MM സ്ട്രീറ്റിലാണ് ഞങ്ങൾ റൂം എടുത്തത്. ഇവിടെ ധാരാളം റൂമുകളുണ്ട്. ഞങ്ങൾ റൂം എടുത്തത് സ്പ്രിംഗ് വാലി റെസിഡൻസി എന്ന ഹോട്ടലിലാണ്. സീസൺ സമയത്ത് 2 റൂമുകൾക്ക് 3150 രൂപ. വളരെ റീസണബിൾ റേറ്റാണ്. 10,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന റിസോർട്ടുകളുമുണ്ട്. ടൂറിസ്റ്റ് സ്പോട്ടുകൾ വിസിറ്റ് ചെയ്ത് രാത്രി വിശ്രമിക്കാൻ ഒരു സ്ഥലം മാത്രം ആവശ്യമുള്ളവർക്ക് ചിലവ് കുറഞ്ഞ റൂമുകൾ എടുക്കാം. ഞങ്ങൾ ഫ്ലിപ്കാർട്ട് വഴിയാണ് റൂം ബുക്ക് ചെയ്തത്. ഫ്ലിപ്കാർട്ട് വഴി റൂം ബുക്ക് ചെയ്യുമ്പോൾ റേറ്റിംഗ്സ് ഉണ്ടാകും. പക്ഷേ ആക്ച്വൽ റിവ്യൂസ് കുറവായിരിക്കും. മേക്ക് മൈ ട്രിപ്പ് ആപ്പിൽ സെയിം ഹോട്ടലിൻ്റെ റിവ്യൂസ് വിശദമായി കൊടുത്തിട്ടുണ്ടാകും. അത് വ്യക്തമായി മനസ്സിലാക്കിയാണ് റൂം സെലക്ട് ചെയ്തത്. ഫ്ലിപ്കാർട്ട് വഴി ബുക്ക് ചെയ്തത് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ 5% ക്യാഷ് ബാക്ക് ഉള്ളതുകൊണ്ടാണ്. അല്ലാത്തവർക്ക് മേക്ക് മൈ ട്രിപ്പ് അല്ലെങ്കിൽ മറ്റ് ആപ്പുകൾ വഴി റൂം ബുക്ക് ചെയ്യാം.
ഞങ്ങളെടുത്ത റൂം അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. 24 മണിക്കൂർ ചൂടുവെള്ളം ലഭ്യമായിരുന്നു. അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് കേട്ടോ. റൂമിലെ വിശ്രമം കഴിഞ്ഞ് ഞങ്ങൾ കൊടൈക്കനാൽ ബോട്ട് ക്ലബ്ബിൽ പോയി. രാവിലെ 8:30 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവേശന സമയം. ഒരു 5 മണിക്കെങ്കിലും എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ബോട്ട് റൈഡ് സാധ്യമാവുകയുള്ളൂ. ബോട്ട് ക്ലബ്ബ് പരിസരത്ത് നല്ല തിരക്കായിരുന്നു. 4 പേർക്കുള്ള പെഡൽ ബോട്ടിന് 300 രൂപയായിരുന്നു. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. കുറച്ച് സമയം വെയിറ്റ് ചെയ്താണ് ടിക്കറ്റ് കിട്ടിയതും റൈഡ് ചെയ്യാനുള്ള ബോട്ട് കിട്ടിയതും. ബോട്ട് കയറുന്നിടത്ത് അവിടെയുള്ള ഫോട്ടോഗ്രാഫറിനോട് പറഞ്ഞാൽ A4 സൈസ് ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് കിട്ടും. 300 രൂപയാണ് ചാർജ്. ബോട്ടിൽ 4 പേർ ഇരിക്കുന്ന നല്ല ക്വാളിറ്റി പ്രിൻ്റാണ് കിട്ടിയത്. തിരക്കിനിടയിൽ അതിൻ്റെ സോഫ്റ്റ് കോപ്പി വാങ്ങാൻ മറന്നുപോയി. ബോട്ടിംഗ് സമയത്ത് പെട്ടെന്ന് കോട വന്നു മറച്ചത് വളരെ അമ്പരപ്പിക്കുന്ന അനുഭവമായിരുന്നു. ബോട്ടുകൾ പരസ്പരം കാണാൻ സാധിക്കാത്ത തരത്തിൽ കോട നിറഞ്ഞിരുന്നു. എന്തായാലും കൊടൈക്കനാൽ വന്നാൽ ബോട്ട് റൈഡ് ഒഴിവാക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ബോട്ട് ഹൗസിന് മുന്നിൽ നിരവധി കച്ചവടക്കാരുണ്ട്. കുതിര സവാരിയും സാധ്യമാണ്. വാടകയ്ക്ക് സൈക്കിളും ലഭ്യമാണ്. അവിടെ അടുത്തു തന്നെയാണ് ബ്രയൻ പാർക്ക്. നല്ല കോട മൂടിയ അന്തരീക്ഷമായിരുന്നു. സീസൺ അല്ലാത്തതിനാൽ പൂക്കൾ കുറവായിരുന്നു. എന്നാലും യഥേഷ്ടം ഫോട്ടോ പോയിന്റുകളുണ്ട്. ഇരുന്ന് വിശ്രമിക്കാൻ കോട മൂടിയ നല്ല ആംബിയൻസ് ആണ് താനും. അവിടെ കുറച്ചു നേരം ഇരുന്ന് വിശ്രമിച്ച് ഞങ്ങൾ ഇർഫാൻ ബിരിയാണി മെസ്സിൽ പോയി. അവിടെ അടുത്തു തന്നെയാണ്. കാഴ്ചകൾ കണ്ട് ഒരു നടത്തം. പോകുന്ന വഴിക്ക് കുറച്ച് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും വാങ്ങി ഒരു ടാക്സി വിളിച്ച് ഹോട്ടലിൽ പോയി. രാത്രിയായപ്പോൾ റൂമിൽ നല്ല തണുപ്പായിരുന്നു. ക്ഷീണം കാരണം പെട്ടെന്ന് ഉറങ്ങിപ്പോയി. കൊടൈക്കനാലിലെ ഞങ്ങളുടെ 2ാമത്തെ ദിവസവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.